ആരുടെ കൂടെ ഈ കസേരക്ക് ഓൺലൈനിൽ അല്ലയോ ശരിയാ. പക്ഷെ കൊറേ ഒങ്ങുമായിരുന്നോ കുഞ്ഞോ? ഒങ്ങുമായിരുന്നോടി? എന്റെ വേണം കപ്പലിന്റെ വേണം തെക്കരോ? പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്ത് നോക്കുന്നു? കപ്പലണ്ടി മേടിച്ചു. ഒരു പൊതി ജാലിക്കുട്ടിയുടെ അവിടെ എടുത്തു. ഒരു പൊതി ആയത് കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴല്ലോ പുറത്തും ഈ നമ്മുടെ ഈ നടുവിന്റെ ഭാഗത്ത് ഈ പുറത്തും മേൽവശത്തും ഒക്കെ നല്ല വേദനയായിരുന്നു. ഞാൻ വെച്ചിന് കിടന്നതിന്റെ വല്ല ആയിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഉച്ചയായപ്പോൾ അത് ഇങ്ങനെ ഈ ഒരു സൈഡിലോട്ടായിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, നല്ല വേദനയുണ്ട്. പിന്നെ ഞാൻ വന്ന വഴിക്ക് കുറച്ച് മീൻ മേടിക്കാമെന്ന് കണ്ട് അവിടെ കയറി അയല വാങ്ങിച്ചേ. അയല മേടിച്ചു. അയലയും മത്തിയും നെത്തോലി മീനും മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ഈ നെത്തോലി വാങ്ങിക്കണമെന്ന് ഓർത്തിട്ട് ഈ പുറത്തെ ഈ വേദന കൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ടാന്ന് വിചാരിച്ച് ഒരു 1/2 കിലോ അയല തരാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ 1/2 കിലോ എടുത്തപ്പം കുറച്ച് കൂടുതലുണ്ടായിരുന്നു. 150 1/2 കിലോ അയലക്ക്. കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് 180 രൂപയ്ക്ക് 4 അയല ഉണ്ടായിരുന്നു. അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പൊ അവിടെ ജാനിക്കുട്ടി എടുക്ക കയറിയപ്പോ അവിടെ അത്താഴത്തിന് മാമി കറികളൊന്നും ഇല്ല, എന്തെങ്കിലുമൊക്കെ വെക്കണമെന്നൊക്കെ പറയുന്നതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്താ മീൻ 2 എടുത്തോന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു 2 എന്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവര് കറി വെച്ച ചാറ് മാത്രം കൂട്ടും, കഷ്ണം ഞാൻ തന്നെ കഴിക്കണേ. വിചാരിച്ചു എന്നാ മാമി ഞാൻ കറി വെച്ചോളാൻ പറഞ്ഞു. അപ്പൊ മാമി കറി വെച്ച് വെക്കാം, ഞങ്ങളവിടെ ഇരിക്കും, കറി വെച്ച് കറിയും കൊണ്ട് പോവാന്നൊക്കെ പറഞ്ഞു. കുറച്ചു നേരം ഇരുന്നു. പക്ഷെ മോനിക്കുട്ടനെ ട്യൂഷനെ വിട്ടേക്കുമായിരുന്നേ. അപ്പൊ അവിടുന്ന് വിളിക്കേണ്ടിയോണ്ട് ഞങ്ങളിങ്ങി പോരുന്നു. അപ്പൊ ഇനി മീനൊക്കെ കറി വെച്ചിട്ട് മാമി വിളിക്കും, മുത്തു പോയി കറി വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ ചോറിരിപ്പുണ്ട്. ഇന്നത്തേടെ ഒക്കെ അങ്ങനെ പോവും. പിന്നെ മുത്തിനാണെങ്കിൽ വൈകുന്നേരം ജിമ്മിന് പോയിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു ഒരു മസാല ദോശ മേടിക്കുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ സ്ഥിതിക്ക് മേടിച്ചു കൊടുക്കാതിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ 2 മസാല ദോശ മേടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞൊന്നുമില്ല കേട്ടോ, മേടിച്ച കാര്യം ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അവർക്ക് മസാല ദോശയുണ്ട്, എനിക്ക് വേണ്ട, എനിക്ക് ചോറ് മതി. അതൊക്കെയാണ് ഇന്നത്തെ പകലത്തെ വിശേഷങ്ങൾ. ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാനൊന്നും പറ്റിയില്ല. പിന്നെ വേറെ എന്താ വിശേഷം? ഞാൻ അപ്പൊ അടുക്കളയിൽ നിന്ന് പണികളൊന്നുമില്ല. വരുന്ന വഴിക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറി പാല് മാത്രമേ വാങ്ങിച്ചുള്ളൂ. ഇതൊക്കെ മോനിക്കുട്ടൻ രാവിലെ കഴിക്കാൻ കൊണ്ട് പാത്രങ്ങളൊക്കെ അമ്മയുടെ എടുത്തോണ്ട് വന്നതാ കേട്ടോ. പിന്നെ തക്കാളി ഭയങ്കര വിലയല്ലേ തക്കാളിക്ക്. ഇത് കുഞ്ഞൻ തക്കാളി, നാടൻ തക്കാളിയാന്ന് തോന്നുന്നത്. ഇത് നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് വണ്ടിയില് വിൽക്കുന്ന കണ്ടുകൊണ്ട് വാങ്ങിയതാ. 1 കിലോ അല്ല 2 കിലോ 100 രൂപയെന്ന് പറഞ്ഞപ്പോ 2 കിലോ ഒന്നും വാങ്ങിച്ചാൽ ഇവിടെ ചിലപ്പോ കേടായി പോവും. അതുകൊണ്ട് ഞാൻ 1 കിലോ തക്കാളി മേടിച്ചു കേട്ടോ. 50 രൂപയ്ക്ക് 1 കിലോ തക്കാളി വാങ്ങിച്ച്. കുഞ്ഞു തക്കാളിയാണ്. കുറച്ച് മാമിക്ക് 5-6 മാമിക്ക് കൊടുത്തു. ഇതെല്ലാം കൂടെ എന്തിനാന്ന് ഓർത്തിട്ട് കേട്ടോ. ബാക്കി ഇനി കൊണ്ടുപോരുന്നു. അപ്പൊ എനിക്കിത് ഈ തക്കാളി കറി വെക്കാൻ നല്ലത്. അപ്പൊ ഇച്ചിരി തക്കാളി കറി വെക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അങ്ങ് മടിച്ചു. നാളെ നമുക്ക് തക്കാളിക്കറിയൊക്കെ കഴിക്കാം. പിന്നെ വേറെന്താ വിശേഷം? വേറൊന്നുമില്ല പ്രിയങ്ങളെ. ഇന്നത്തെ വിശേഷം ഞാൻ പോയി കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം. പിന്നെ ഞാൻ വന്നിട്ട് ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. എന്റെ പ്രിയങ്ങളോട് പറയുന്നത് എന്തുവാ, നിങ്ങൾ മാത്രമല്ലല്ലോ വീഡിയോ കാണുന്നത്. അപ്പൊ വീഡിയോ കാണുന്ന എല്ലാവർക്കും കൂടെ ഉള്ള ഒരു കാര്യമാണ്. വീഡിയോ കാണുന്ന എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. എന്നെ സ്നേഹിക്കുന്നു, എന്നെ ഇഷ്ടപ്പെടുന്നു, എന്റെ വീഡിയോ കാണുന്നു അങ്ങനെയുള്ളവരോടല്ല കേട്ടോ. വേറെ ചിലരൊക്കെ ഉണ്ട് ഇതിനകത്ത്. അങ്ങനെയുള്ളവർക്ക് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അത് ഞാൻ കുളിച്ചിട്ട് വന്ന് പറയാം. ഈ ചൂടോടെ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അതിക്രമിച്ചു പോകും. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല.
കുളിച്ചിട്ട് ഒന്ന് തലയൊക്കെ ഒന്ന് തണുക്കട്ടെ. തണുത്ത് കഴിയുമ്പോൾ പറയണമെന്ന് തോന്നുവാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല കേട്ടോ. ചിലപ്പോൾ പറയാം, ചിലപ്പോൾ പറയത്തില്ല. എന്താണോ അന്നേരം മനസ്സിൽ തോന്നുന്നത് അന്നേരം അതുപോലെ ചെയ്യാം കേട്ടോ. ഞാൻ ഈ തക്കാളിയൊക്കെ കൊണ്ട് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങ് കുളിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാട്ടോ. കുളിയും ജപമൊക്കെ കഴിഞ്ഞേട്ടോ. അവർ രണ്ടുപേരുടെ മാമിയുടെ അടുത്തോട്ട് പോയി നമ്മുടെ മീൻകറിയും കൊണ്ട് വരാൻ. ഞാൻ കുടിക്കാൻ വെള്ളമൊക്കെ തിളപ്പിക്കണമായിരുന്നു, അതൊക്കെ ഗ്യാസിലോട്ട് വെച്ചു. നോട്ട് ബുക്കൊക്കെ ട്യൂഷന് കൊണ്ടുപോകാത്തതിൻ്റെ ബാക്കി ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നതിൽ ഞാനിന്ന് ചുമന്നെടുത്ത് നോക്കിയത് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പറയാമെന്ന് പറഞ്ഞിരുന്ന കാര്യം, എൻ്റെ പ്രിയങ്ങളോടല്ല, ഞാൻ നേരത്തെ തൊട്ടേ പറഞ്ഞില്ലേ, നമ്മുടെ വീഡിയോസ് കാണുന്നത് എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടുന്നവരല്ല, ഇഷ്ടപ്പെടാത്ത ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. പിന്നെ വളരെ വ്യക്തിപരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങളെങ്ങനെയാണ്, ഞങ്ങളുടെ ദിനചര്യകൾ എങ്ങനെയാണ്, എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് കാണാനും കേൾക്കാനും വേണ്ടിയിട്ട് നമുക്ക് വേണ്ടപ്പെട്ടവരും നമ്മുടെ നാട്ടുകാരായ ചിലരും ഒക്കെ വീഡിയോസ് കാണുന്നുണ്ട്. അല്ലാതെ അവർക്ക് നമ്മളോട് സ്നേഹമോ കാര്യമോ ഒന്നും ഉണ്ടായിട്ടല്ല, അത് കണ്ടിട്ട് അതിനകത്ത് കഥയുണ്ടാക്കി മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ് അതൊരു എന്താ പറയുന്നത്, ഒരു സന്തോഷം, അത് അവരുടെ ഒരു സന്തോഷം. അതൊക്കെ എങ്ങനെ വേണേലും ആയിക്കോട്ടെ. പക്ഷേ എൻ്റെ ചാനലിൽ എന്തൊക്കെ വീഡിയോസ് കാണിക്കണം, ആരെയൊക്കെ കാണിക്കണം, എങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയണം, എന്തൊക്കെ കാര്യങ്ങൾ പറയണമെന്ന് തീരുമാനിക്കുന്നത് എൻ്റെ മാത്രം കാര്യമാണ് അല്ലേ. അപ്പം ആ കാര്യത്തിലൊന്നും ഞാൻ ആരെയും ഇടപെടാൻ ഏർപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പറഞ്ഞില്ലേ, ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള പ്രൈവസി ഉണ്ട്. അതിന് എൻ്റെ മക്കളാണെങ്കിലും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരാണെങ്കിലും എൻ്റെ നാത്തൂനോ ആങ്ങളെയോ എൻ്റെ പ്രിയപ്പെട്ടവരാരായിരുന്നാലും, ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നവർ അവിടെ എന്നെ കാണാൻ വരുന്നവരുണ്ടല്ലോ, അവരുടെ പോലും പ്രൈവസി മിസ്യൂസ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒക്കെ ഇഷ്ടപ്പെടുന്നവരും അതിന് തയ്യാറാവുന്നവരുടെ മാത്രം ആണ് ഞാൻ ഈ വീഡിയോസൊക്കെ ഇതിനകത്ത് കാണിക്കുന്നത്, ഫോട്ടോസ് കാണിക്കുന്നത്. അപ്പം അതിനെയും എല്ലാവരുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ വീട്ടിലുള്ളവരുടെയും പുറത്തുള്ളവരുടെയും മൊത്തത്തിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതിനകത്ത് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ദുരുദ്ദേശത്തിലാണ് അവരെ കാണിക്കുന്നത്, ഇവരെ കാണിക്കുന്നത്, അങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നതെന്ന് കഥയുണ്ടാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ എന്താ പറയുന്നത്, അവരെന്താ ഞാൻ വിളിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അത്രയും എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നു എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നത് എനിക്ക് പ്രശസ്തിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രംഗത്തോട്ട് എത്തപ്പെടാനോ ഒന്നുമല്ല. എനിക്കൊരു വരുമാനം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്, അതെനിക്ക് നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ല. അത് മാത്രമല്ല, എനിക്ക് ഇതുകൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഒരു വരുമാനം കൂടെ ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങൾ പട്ടിണി കിടക്കുന്നുണ്ടോ, ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ, എൻ്റെ ചികിത്സ എന്തായി, എൻ്റെ വേദനകൾ അറിയില്ല, എൻ്റെ സങ്കടങ്ങൾ അറിയില്ല, എൻ്റെ മനസ്സറിയില്ല, ഇതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ കഥയുണ്ടാക്കാൻ പലർക്കും അറിയാം. എന്തോന്നിത്, എന്തൊരു മനസ്സാണ് നിങ്ങളുടെയൊക്കെ. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഏറ്റവും സ്നേഹിച്ചവർ തന്നെയാണ്. എൻ്റെ കൂടെ എന്നും ഉണ്ടാകും, എനിക്ക് തണലാകും, എനിക്ക് തുണയാകും എന്ന് കരുതിയവരൊക്കെ തന്നെയാണ് എന്നെ ആദ്യം തള്ളി പറഞ്ഞത്. അപ്പം ആ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ജോഷ് ടോക്കിൽ പോയിട്ട് വന്നപ്പം ജോഷ് ടോക്കിലെ വീഡിയോസ് വന്നതിന് ശേഷം കുറേ പേര് എന്നോട് ചോദിച്ചു, എല്ലാവരും ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്താണ് ആരുമില്ലാത്തവരെ പോലെ ജീവിച്ചത്, വീടില്ലാതെ നടന്നത്, എന്താണ് മോനുകുട്ടനെ കൊണ്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോഴും എല്ലാവരും ഉണ്ട്, അന്നും എല്ലാവരും ഉണ്ട്. അപ്പോൾ എൻ്റെ ജീവിത സാഹചര്യം പലപ്പോഴും അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ഒരു വ്യക്തികളെ പോലും, എനിക്കുള്ള ഒരു മനുഷ്യരെ പോലും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തന്നിട്ടുണ്ട്. ചില സാഹചര്യത്തിൽ അവരൊക്കെ മാറി നിന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു നിർബന്ധവുമില്ല, ഞാൻ ഇന്നത് ഓരോ വ്യക്തികൾക്കും ഇന്നത് ചെയ്തു കൊടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതെന്നെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇന്ന ആൾക്ക് ഇന്നത് ചെയ്തു കൊടുക്കണമെന്ന് എന്നെ ആരും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് അതിനകത്ത് യാതൊരു കുറ്റബോധവും ഇല്ല കേട്ടോ.
അപ്പോൾ മുത്തിൻ്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അടുത്ത് വരാനുണ്ട്. അതെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതൊക്കെ ഒറ്റയ്ക്ക് ഈ തലയ്ക്കകത്ത് ഇങ്ങനെ ചുമ്മിക്കൊണ്ട് നടക്കുന്നതിൻ്റെ ഭാരം എത്ര കണ്ട് മറ്റുള്ളവരോട് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഞാനത് ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അത് എൻ്റെ പ്രിയങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുള്ളത് കൊണ്ട് മാത്രമാണ് ചില കാര്യങ്ങളെങ്കിലും ഞാനിവിടെ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ അതും പറയത്തില്ല. നമ്മൾ കരയുന്നത് ഒരു ഭാഗത്ത് കുറ്റമാകും, നമ്മൾ ചിരിക്കുന്നത് അതിനെക്കാട്ടി വലിയ കുറ്റമാകും. എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ എൻ്റെ ദൈവമേ എന്ന് വെറുതെ വിടാമോ? ഞാൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റാ ചെയ്തത്? ഇപ്പൊ ഇത് കേൾക്കുന്നവർക്ക്, എൻ്റെ പ്രിയങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ഇതിനകത്ത് ഇരുന്ന് ഈ എന്താ പറയുക, ഈ ചൊറിയുന്ന ചിലരുണ്ടല്ലോ, അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. അപ്പം പിന്നെ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, ഞാൻ ചെയ്യാനുള്ള കടമകളും കർത്തവ്യങ്ങളും ഒക്കെ തന്നെ ചെയ്ത് തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. എൻ്റെ ഏതവസ്ഥയിലും ഞാൻ എനിക്ക് കഴിവുള്ളതുപോലെ എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള കുറ്റബോധമൊന്നും വേണ്ട. പിന്നെ അവരൊക്കെ പുറത്തെന്താ പറയുന്നതെന്നൊന്നും ഞാൻ അന്വേഷിക്കാറില്ല. എന്ത് പറഞ്ഞാലും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ. ഞാൻ ചെയ്യുന്നില്ല, എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് ഞാൻ ഇന്ന് വരെ ഒരൊറ്റ വ്യക്തികളോട് പോലും പ്രവർത്തിച്ചിട്ടില്ല എന്ന് ഞാൻ ഇവിടെ ആണയിട്ട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇനി എന്തൊക്കെ കഥയുണ്ടാക്കിയാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ വീഡിയോ ചെയ്യും. നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു വീഡിയോ കാണാതിരിക്കുക കേട്ടോ. എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ നിങ്ങൾ വീഡിയോ കാണുന്നത്. അയ്യോ അവൾ എന്തോ ചെയ്യുന്നു, അവൾ അവിടെ പോകുന്നുണ്ടോ, അവൾ ഇവിടെ പോകുന്നുണ്ടോ, അവൾ അത് വാങ്ങിച്ചോ, ഇത് മേടിച്ചോ, എന്തൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്, ഇതൊക്കെ പറയാനല്ലേ ഇരിക്കുന്നത്. നല്ല സ്വഭാവം കേട്ടോ. സ്വന്തം വീട്ടിലും മക്കളുണ്ട്, മരുമക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട് എന്നൊക്കെയുള്ള ചിന്ത വേണേ. അപ്പം എൻ്റെ പ്രിയങ്ങളെ, എനിക്കിത് ഒരു കാര്യം ഞാൻ അറിഞ്ഞു. അത് അറിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ദേഷ്യം വന്നിരിക്കുമായിരുന്നു കേട്ടോ. എന്തൊരു മനുഷ്യരാണ് ദൈവമേ. ഈ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിരുന്നല്ലോ. അപ്പം ഞാൻ അതിനെപ്പറ്റിയുള്ള കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ട്. സൈബർ ബുള്ളിയിങ് ആണ് കുട്ടി ആത്മഹത്യ ചെയ്തതെന്നുള്ള കുറേ ന്യൂസ് വന്നായിരുന്നു. ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുന്ന വ്യക്തികളെയും അങ്ങ് തേജോധം ചെയ്യാൻ ആൾക്കാർ നോക്കിയിരിക്കുക അല്ലെ. അവരുടെ അവസ്ഥ എന്താണ്? അവരിപ്പോൾ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്നതോ വീഡിയോ എടുക്കുന്നതോ ഒക്കെ പുറമെയാണ്. റിയൽ ലൈഫ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. അവർ മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും. അവരതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ചെയ്യാനായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ മുന്നോട്ട് വരുന്നത്. അപ്പൊ അതൊന്നും മനസ്സിലാക്കാതെ ഒരു മനുഷ്യനെ എങ്ങനെ ഇല്ലായ്മയാക്കാവുന്ന ഈ ഒരു ചുറ്റുമുള്ളവർ എങ്ങനെ ഇത്രയും ഈസി ആയിട്ട് അവർക്കത് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റും. ഒന്നും അറിയത്തില്ലേലും ഏതെങ്കിലും ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ മതി, അതിനെ സപ്പോർട്ട് ചെയ്ത് അവരെ പറഞ്ഞവരെ മരണത്തിലേക്ക് പറഞ്ഞു വിടുക. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു അവസ്ഥയൊക്കെയാണ് ഇതിനകത്തോട്ടൊക്കെ വരുന്നവർ മുന്നിൽ കണ്ട് പെരുമാറാനുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തും പ്രതീക്ഷിച്ച് വേണം നമ്മൾ ഇതിലേക്കൊക്കെ വരാൻ. ചെറിയ കുട്ടികളൊക്കെ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലും ഒക്കെ വീഡിയോസൊക്കെ ചെയ്യുന്നവരുണ്ട്. അവരോടൊക്കെ പറയാണ്, നമ്മളെ ഈ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒക്കെ മനുഷ്യരുണ്ടാവും. നാളെ നമുക്ക് എന്തെങ്കിലും ഒരു ഫോൾട്ട് കണ്ടാൽ അതിനെതിരെ നമ്മളെ ഈ സ്നേഹിച്ചവരും നമ്മളെ സപ്പോർട്ട് ചെയ്തവരും ഒക്കെ ചിലപ്പോൾ തിരിഞ്ഞു നിന്നെന്ന് വരും. അപ്പൊ അത് കണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു, നമ്മൾ ഞാൻ ഇതിനകത്ത് ഒരാളെ പോലും ഒരു കുറ്റം പറഞ്ഞോ ഒരു തെറ്റ് പറഞ്ഞോ ഒന്നും വീഡിയോ ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ മാത്രമാണ് വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിൽ വരെ ഇങ്ങനെ കുറ്റം കണ്ടുപിടിച്ച് അവിടെ ഇവിടെ ഇരുന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് നമ്മളെ പണ്ടൊക്കെ നമ്മുടെ ചെറിയ ജനലൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്തോട് ഇങ്ങനെ ഒളിഞ്ഞ് അയലോക്കത്തോട്ട് എത്തി നോക്കി ഇങ്ങനെ അവരുടെ വീട്ടിൽ അടി നടക്കുന്നുണ്ടോ അവിടെ ഇടി നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നവരെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു രീതിയാണ് ഞാൻ ഇന്നലെ ഇത് കേട്ടപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ തോന്നിയത്. എന്തൊരു സ്നേഹമായിട്ടാണ് കാണുന്നുണ്ട്, വീഡിയോ കാണുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. പക്ഷെ തിരിഞ്ഞിരുന്ന് ഇതൊക്കെയാണ് സംസാരം അല്ലേ. കൊള്ളാം. എന്തായാലും നല്ല പരിപാടിയാ കേട്ടോ. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. എന്നാലും നാട്ടുകാരുടെ തല്ലുകൊണ്ട് ചാവാൻ പറ്റുള്ളേ. ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്ന് പറഞ്ഞുണ്ടാക്കി രസിക്കുന്നത് നല്ല സ്വഭാവമാണോ? അല്ല. അത് ഒരു കാര്യമില്ലാതെ വെറുതെ നമ്മുടെ മനസ്സിന് സമാധാനം കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിഷം കുത്തിവെക്കുക ഇരുന്നോണ്ട് എന്തൊരു സന്തോഷമാണ് അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നു. മറ്റുള്ളവർ നീറി പുകയുന്നത് കണ്ട് സന്തോഷിക്കാൻ എങ്ങനെ കഴിയുന്നെന്ന് ഞാൻ ഓർക്കുക. അപ്പം
വേറെ എന്തോ വിശേഷം. ഇന്നിപ്പം ഞാൻ ഇത്രയും പറഞ്ഞത് ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പറഞ്ഞില്ലേ, ഞാനത് കേട്ടപ്പോൾ എനിക്കിത് പറയാതിരിക്കാൻ തോന്നിയില്ല. ഞാൻ എപ്പോഴും പറയാറില്ല, എൻ്റെ മനസ്സിലിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. മനസ്സിലിരുന്ന് പുകയുന്നതിനേക്കാളും നല്ലത് നമ്മൾ വെളിച്ചത്ത് പറയുന്നത് തന്നെയാണ്. നമ്മളെന്തിനാ സ്വയം ഇരുന്ന് പുകഞ്ഞ് ആലോചിച്ച് തലയും ഉണ്ടാക്കിയിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് കൊള്ളേണ്ടവർക്ക് കൊള്ളേണ്ട സാഹചര്യത്തിൽ കൊടുത്തിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെറും അങ്ങ് മണ്ണുണ്ണിയായി പോവും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ. പലതവണയും ഞാൻ ആലോചിച്ച് ഇതൊക്കെ പറയണമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറഞ്ഞത്. കാരണം ഇനി ഇത് ആവർത്തിക്കില്ല എന്നൊന്നുമില്ല കേട്ടോ. ഇനി ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അവൾ എന്തായാലും അങ്ങനെ പറഞ്ഞു. അയ്യോ, അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അറിഞ്ഞായിരുന്നോ, ഇന്നത്തെ വീഡിയോക്കകത്ത് അവൾ ഇതൊക്കെ എടുത്തിട്ട് പറഞ്ഞായിരുന്നു കേട്ടോ എന്ന് പറയും. അതെനിക്കറിയാം. അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇരുന്ന് കണ്ടിട്ട് നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ചർച്ച നടത്തുകയും പറയുകയൊക്കെ ചെയ്ത് എനിക്ക് ഒരു കുന്തവും ഇല്ല. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കൂട്ടുകാരോട് കൂട്ടുവെട്ടുക എന്ന് പറയത്തില്ല, കൂട്ടുവെട്ടിട്ട് പറയത്തില്ല, ഒരു കുന്തവും ഇല്ല എനിക്ക്, നീ എന്നോട് മിണ്ടിയില്ലെങ്കിലും എന്ന് പറഞ്ഞ പോലെ അവിടെ ഇരുന്ന് പറഞ്ഞു എനിക്കൊരു കുന്തവും ഇല്ല കേട്ടോ. എന്താ വേണേ പറഞ്ഞു, എനിക്കൊന്നുമില്ല. പിന്നെ എന്താ പറയുന്നത്, ഞാൻ എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് എനിക്കറിയാം. എനിക്ക് വേറെ ആരുടെ ഒരു സർട്ടിഫിക്കറ്റും വേണ്ട. ഇപ്പം ചിലർ പറയത്തില്ലേ, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. എൻ്റെ സന്തോഷമാണ് എൻ്റെ മക്കൾ. അപ്പോൾ അവർക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയാൻ പറ്റത്തില്ല. എൻ്റെ സന്തോഷങ്ങളുടെ പട്ടികയിൽ അവരും ഉണ്ട്. അവരോടൊപ്പം ജീവിക്കുക, അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് എൻ്റെ സന്തോഷമാണ് കേട്ടോ. അല്ലാതെ ഞാൻ എല്ലാ ജീവിതം മൊത്തം അവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചു എന്നൊന്നും ഞാൻ പറയത്തില്ല. എനിക്കത് ഇഷ്ടമല്ല. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്ക് ധൈര്യം പകരാൻ എന്തെങ്കിലും ഒന്ന് പറയണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇരിക്കണമെന്നില്ല, എല്ലാവരും ആ രീതിയിലായിരിക്കണമെന്നില്ല. ചിലർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, ചിലർക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും, അതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും. നമ്മുടെ സങ്കടങ്ങളെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന ചിലർ മാത്രമേ ഉള്ളൂ. ചിലർക്ക് അതിന് പറ്റത്തില്ല. എത്ര ശ്രമിച്ചാലും അവരെ അത് അലട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ചെറിയൊരു മാറ്റമെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വന്നെങ്കിൽ എൻ്റെ വലിയ പുണ്യമാണത്. അപ്പോഴാണ് ഞാൻ യൂട്യൂബിലേക്ക് വന്നത്. നേരത്തെ ഞാൻ FBയിൽ പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴും എൻ്റെ വീട്ടിലുള്ളവരും എൻ്റെ നാട്ടുകാരും ഉൾപ്പെടെ പലതും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അസുഖാന്നൊക്കെ പറയുന്നത് എന്തിനാ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതെഴുതി ഇതെഴുതി എന്നൊക്കെ. ഒരിക്കലും എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഞാൻ അതിനകത്തൊന്നും എഴുതിയിട്ടില്ല. എൻ്റെ കുടുംബ പ്രശ്നങ്ങൾ ഞാൻ എഴുതിയിട്ടില്ല. എപ്പോഴും എഴുതിയിട്ടുള്ളത് നമ്മുടെ ക്യാൻസർ സർവൈവിങ് എന്നുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ച് മാത്രമാണ്. അത് ഞാൻ ഇനിയും എഴുതും. ഇനി എഴുതുമെന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് അത്രയ്ക്കാണ്. ഞാൻ ഒരുപാട് ശ്രമിച്ചു എനിക്കൊരു മാനസിക ധൈര്യം എവിടുന്നെങ്കിലും കിട്ടുമെന്ന്. പക്ഷെ എനിക്ക് കിട്ടിയില്ല കേട്ടോ. എനിക്ക് നന്ദു മഹാദേവയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വായിച്ചതിന് ശേഷമാണ് എനിക്ക് ചേഞ്ചസ് ഉണ്ടായെങ്കിൽ അതിന് ശേഷമാണ്. അപ്പം ആ ഒരു അവസ്ഥ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിപ്പം ക്യാൻസറിന്റെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ കാര്യത്തിലാണെങ്കിലും മറ്റു രോഗങ്ങളുടെ ഒക്കെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഒരു ധൈര്യം എവിടുന്നെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു കരുത്ത് നൽകാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരുപാട് പേർക്ക് അതൊരു പ്രചോദനമായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത, എനിക്ക് ഏറ്റവും ആത്മവിശ്വാസം തന്ന ഒരു കാര്യം എന്തായിരുന്നറിയാമോ? ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യും, സ്നേഹത്തോടെ മാത്രമേ FBയിൽ എനിക്ക് കമന്റുകൾ എല്ലാവരും ഇട്ടിട്ടുള്ളൂ കേട്ടോ. എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കമന്റുകളാണ് FBയിൽ വന്നുകൊണ്ടിരുന്നത്. ഒരാൾ പോലും നെഗറ്റീവായിട്ട് എന്തിനാണ് ഇതിനെപ്പറ്റി പറയുന്നതെന്ന് അതിനകത്ത് ചോദിച്ചിട്ടേ ഇല്ല കേട്ടോ. പുറത്തു നിന്നുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് വായിച്ചിട്ട് ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് കുറ്റം പറയുന്നത് പോലെ തന്നെ ആ പോസ്റ്റുകളൊക്കെ വായിച്ചിട്ട് എന്തോ ഇത് പറയുന്നത്. എൻ്റെ മുടി മുറിച്ചതിനെ പറ്റി ഞാനൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് ഒരുപാട് കമന്റ്സ് വന്നു. അത് വനിതയുടെ ഓൺലൈൻ എഡിഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഒരുപാട് കമൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നതിൽ എനിക്ക് മെസ്സഞ്ചറിനകത്ത് ഒരാൾ എനിക്ക് മെസ്സേജ് ഇട്ടു, ചേച്ചി എൻ്റെ ജീവിതത്തിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവന്നത് ചേച്ചിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഞാൻ ആത്മഹത്യയെപ്പറ്റി മാത്രം ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ചുരുക്കം ചില ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവത്തില്ലായിരുന്നു. ആ ഒരു ദിവസത്തെ ആ ഒരു ഇടവേളയിലാണ് ഞാൻ ചേച്ചിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടത്, എനിക്ക് ജീവിക്കണമെന്നുള്ള ആഗ്രഹം തോന്നിയത്. അങ്ങനെ കുറേ ഒരു മെസ്സേജ് എനിക്ക് വന്നു കേട്ടോ. എനിക്കത് വായിച്ച് ഞാൻ കുറേ കരഞ്ഞു.
കാരണം എന്നെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല, നിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയെടുത്ത് എന്നെ കൊണ്ട് ഒരു മനുഷ്യ ജീവനെങ്കിലും ഈ ഭൂമിയിൽ പിടിച്ചു നിർത്താൻ എനിക്ക് കഴിഞ്ഞല്ലോ എൻ്റെ വാക്കുകൾക്ക്. അതിലും വലിയ എന്ത് പുണ്യം വേണം എനിക്ക്? അപ്പം അങ്ങനെയുള്ള ഒരുപാട് നല്ല മനസ്സുകളുടെ സപ്പോർട്ടും സ്നേഹവും പ്രാർത്ഥനയും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്. സത്യമാണ് കേട്ടോ. ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറേ ഇല്ല, കാരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് ആൾക്കാരെ ദൈവം കരുതിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഇടയ്ക്ക് വന്ന് നിന്നുകൊണ്ട് ഈ എന്തോ പറയുന്നത് നിങ്ങളെയൊക്കെ എന്തോ പറയുന്നത് ഒരു പണിയില്ലാതെ വെറുതെ കുത്തിപ്പിടിച്ചിരുന്ന് ഞോണയും കൂടിയും പറയും അല്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അത്രയൊക്കെയുള്ള എൻ്റെ പ്രിയങ്ങളെ വിശേഷം. മീൻകറി കൊണ്ടുവന്നിട്ട് ചോറുണ്ടാനിരിക്കുക ഞാൻ കേട്ടോ. എനിക്ക് വിശക്കുകയും ചെയ്യുന്നു. കൊച്ചോട് വരുന്നില്ല കേട്ടോ, കൊച്ചോക്ക് പനിയാണ്, അതുകൊണ്ട് കൊച്ചോട് വരുന്നില്ല. പിന്നെ എൻ്റെ പുറത്ത് വേദന, ഞാൻ ചൂടുവെള്ളത്തിലാണ് കുളിച്ചത്, പക്ഷെ പുറത്ത് വേദനയുണ്ട്. എന്താണ് എന്നെനിക്ക് അറിയത്തില്ല. നമുക്ക് നാളെയും കൂടെ നോക്കിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. വിലങ്ങിയിരിക്കുന്ന പോലെ തോന്നുക. ഗ്യാസൊന്നും അല്ല, ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നമൊന്നും ഇല്ല. നോക്കാം, കിടന്നതിൻ്റെ വല്ലതും ആണോ എന്തോ അതറിയത്തില്ല. ഞാൻ നോക്കട്ടെ, അവർ വരുന്നു നോക്കട്ടെ. ചോറ് ഞാൻ വാർത്തിട്ടിട്ടാണ് കുളിക്കാൻ കയറിയത്. ചോറൊന്ന് പൊരിക്കട്ടെ, വെള്ളം തിളച്ചതൊക്കെ എടുത്ത് മാറ്റി വെക്കട്ടെ. പിന്നെ നമുക്കിന്ന് അമ്മയ്ക്ക് ഇച്ചിരി ചോറ് കൊടുക്കണമെന്ന് പറഞ്ഞു. അമ്മ ചോറ് വെച്ചില്ല എന്ന് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് ഇച്ചിരി ചോറ് എടുത്ത് മുട്ടിലേക്ക് കൊടുത്തു വിടാം. മീൻകറി വന്നു. കൊണ്ടുവാ. ഞങ്ങളില്ലേ പട്ടിയും കുറച്ച് ഞങ്ങളുടെ പുറകെ വരിക. ആണോ? എനിക്കറിയത്തില്ല. എന്തോ അവിടെ ചെന്ന് ഭയങ്കര ഇളക്കമായിരുന്നു പറഞ്ഞേ. മീൻകറി മാത്രമല്ല, തീയലും ഉണ്ട്. ഞാനേ അമ്മയ്ക്കുള്ളത് കൊടുത്തു വിട്ടിട്ട് നമുക്ക് കഴിക്കാം. ചീമച്ചക്ക തീയല് വെച്ചതാ കേട്ടോ. അത് നേരെ പിടിച്ചോണ്ട് പോണേ, മറിഞ്ഞു പോവല്ലേ. വെട്ടം വേണോ? ഇന്ന് അതുകൂടെ കൊടുത്തേക്കാവോ? എവിടെ കിടക്കുന്നു സോപ്പ്? അമ്മമ്മ പറഞ്ഞല്ലോ നീ അവിടെ കളഞ്ഞെന്ന് സോപ്പ്. കൊണ്ട് കൊടുക്ക് ചെല്ല്. മസാലദോശ കഴിക്കുന്നതിന്റെ ബഹളമാണ് ഇവിടെ. മോനുകുട്ടൻ ഒരു മസാലദോശ ഫുള്ള് കഴിക്കത്തില്ല. ആ നല്ലതാ. മസാലദോശ, ചമ്മന്തി, സാമ്പാർ. ഇവിടെ ഒരാളിതാ കറികളൊന്നും വെച്ചില്ല. ഞാൻ ഇച്ചിരി ചോറ് വിളമ്പട്ടെ. ചോറ് ഒന്ന് കുത്തരി ആയിട്ടാ കേട്ടോ. കുത്തരി ചോറും അയലക്കറിയും ചീമച്ചക്ക കേട്ടോ. ചീമച്ചക്ക തീയൽ. ഇതും കൂട്ടി ഞാൻ ചോറുണ്ണട്ടെ. അപ്പോൾ എൻ്റെ പ്രിയങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും എന്നെ സ്നേഹിക്കുന്നവരോടല്ല, എനിക്കെതിരെ സംസാരിക്കുന്നവരോടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. വേണ്ടുന്ന കാര്യത്തിൽ എതിര് പറയാം, കുറ്റപ്പെടുത്താം, പക്ഷെ വേണ്ടാത്ത കാര്യങ്ങളെ കുറ്റപ്പെടുത്തുന്നത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനത് അത്രയും പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്കിനി നാളെ കാണാം. എല്ലാവരോടും സ്നേഹം മാത്രം കേട്ടോ. ടാറ്റാ, ഓക്കെ, ബൈ, സി യു, ഗുഡ് നൈറ്റ്. ചക്കരമോ കൊടുത്തേ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.